السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. റിയാദു സ്വാലിഹീൻ ഹദീസ് ക്ലാസ് 42ാമത്തെ ബാബ്. ബാപ്പ ഉമ്മ ഇങ്ങനെ സ്നേഹിതന്മാരോടുള്ള ആ സ്നേഹം മക്കൾ അത് തുടർന്നു കൊണ്ടുപോകണം. അതുപോലെ പിന്നെ ഈ കുടുംബത്തങ്ങ ഇങ്ങനെപ്പെട്ട അങ്ങനെ സ്നേഹിതന്മാർ അങ്ങനെ ആ സ്നേഹം തുടർത്തി കൊണ്ടുപോകണം എന്നത് വിവരിച്ചു വന്നുകൊണ്ടുള്ള ഹദീസ്. അത് ഒരു ക്ലാസ് കഴിഞ്ഞത്. ഇത് 2ാമത്തെ ക്ലാസ്. മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലുന്ന ഹദീസ് ആയിട്ടിരിക്കുന്നത് എന്തായിരിക്കുന്നത്? ഖദീജ ബീബി റളിയല്ലാഹു അൻഹ നബിയെ ഫസ്റ്റ് പെണ്ണായിരിക്കുന്നത്. ഖദീജ ബീവിയുടെ ഹയാത്ത് കാലത്ത് പിന്നൊരു പെണ്ണുടെ നബി തങ്ങൾ നിക്കാഹ് ആയിട്ടില്ല. ഖദീജ ബീവിയുടെ വഫാത്തിൽ പിന്നെ ആയിട്ടിക്കുന്നത് ബാക്കിയുള്ള പെണ്ണൈമാരല്ല. ഖദീജ ബീവിയുടെ വഫാത്തിൽ പിന്നെ സൗദ ബീവിയും അതേ സമയത്ത് തന്നെ ആയിട്ടിക്കുന്നത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹായത്. അപ്പൊ ആയിഷ ബീവി ഖദീജ ബീവിയെ കണ്ടിട്ട് പോലുമില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലേ, ഞാൻ ഖദീജ ബീവിയെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ നബിയുടെ പെഞ്ഞൈമാരിൽ നിന്ന് നക്ക് തെല്ല് ആയിഷ ഖദീജ ബീവിയെ എത്തിക്കുന്നത് നക്ക് തെല്ല് അർസ പറഞ്ഞത് എന്റെ അർസാൻ ചൊല്ലത് ഒരു പിർസത്തിലുള്ള അർസ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാണ്ട് അസൂയ ചതി എന്നതൊന്നും മനസ്സിലാക്കല്ല. അത് എന്ത് അങ്ങനെ ചൊന്നേ കേട്ടെങ്കിൽ മഹിമ വെച്ചോണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ഖദീജ വിളിച്ചോണ്ടിരിക്കും. ചിലപ്പോ ആടിടെ അറുക്കും, എന്നിട്ട് അതിനെ ആട് അറുത്തിട്ട് അതിനെ കഷ്ണങ്ങളാക്കി പൂലുകളാക്കിയിട്ട് അത് ഖദീജ ബീവിയുടെ ചങ്ങായിച്ചുമാർ കൊടുത്തു കളക്കും. അപ്പൊ ഞാൻ ചിലപ്പോ ചൊല്ലേട്ടുണ്ട് ആയിഷ ബീവിച്ചത്, ദുനിയാവിലെ ഖദീജ അല്ലാണ്ട് വേറെ പെണ്ണുങ്ങളില്ലെന്ന് നിങ്ങൾക്ക്. അപ്പൊ ചൊല്ല് ഖദീജ അത് നക്ക് എത്രയോ സപ്പോർട്ടിന് പെണ്ണുങ്ങൾ, അതിന് എൻ്റെ മക്കളുടെ ഉമ്മ ഖദീജ ബീവിയിൽ നിന്നൊക്കെ മക്കളുണ്ടായത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നതായിട്ട്. അപ്പൊ ഈ ഹദീസ് ഉടകെന്ത് കൊണ്ടുവന്നേന്ന് കേട്ടെങ്കിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചങ്ങായിച്ചിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടർത്തിട്ട് ആ ആടിന്റെ ഇറച്ചികളെ ഭാഗങ്ങളാക്കിയിട്ട് അങ്ങക്ക് കൊടുത്ത് പറത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഖദീജ ബീവി സ്നേഹിച്ച ഇന്ന് ആ പിന്നെ സ്നേഹിതന്മാർ ആ ചങ്ങായിച്ചിമാര് അങ്ങനെ ആ ഖദീജ ബീവിയോടുള്ള ആ ബന്ധത്തെ ഖദീജയുടെ വഫാത്തിൽ പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിലക്കതിരെ കൊണ്ടുപോയി എന്നുള്ളത്. അതായിട്ട് ബാപ്പയുടെ സ്നേഹിതന്മാർ അങ്ങനെ ഹയാത്ത് കാലത്ത് തന്നെ ബഹുമാനിക്കണം, ആദരിക്കണം. ആ സ്നേഹത്തെ ഞങ്ങൾക്ക് തുടർന്ന് കൊണ്ടുപോകാം. അതുപോലെ ഇവിടെ ഇപ്പൊ ഖദീജ ബീവിയുടെ ചങ്ങായിച്ചുമാര് അങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടർത്തിട്ട് ആ ആടിനെ കൊടുത്ത് കിടത്തിയിരുന്നു. ഖദീജ ബീവിയുടെ അതല്ലേ ഒരു ബാപ്പ മരിച്ചെങ്കിൽ ബാപ്പയുടെ പേരിൽ മക്കൾ എന്താക്കുന്നത് ആടോ പയ്യോ എന്തെങ്കിലും അറുത്തിട്ട് അതിൽ നിന്ന് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ബാപ്പയുടെ സ്നേഹിതന്മാരെ വിളിച്ച് ചോറ് കൊടുക്കരുത്. അതങ്ങനെ ഭാഷണാകുമ്പോ അതൊക്കെ 40 ദുആണ്ടും 3 ദുആണ്ടും ആണ്ടുണ്ടൊക്കെ പല പേരുകളിലായി വരും. അല്ലെങ്കിൽ മഹാന്മാരാകുമ്പോൾ അത് ഉറൂസുട്ടും ചൊല്ലും. എന്നെങ്കിൽ ഞങ്ങൾ ബഹുമാനിക്കേണ്ട ആളുമാരെ അങ്ങനെ എന്താക്കടേ അങ്ങനെ മദ്ഹ് ചൊല്ലെ അങ്ങനെ പേരിൽ ഹദിയ അറുത്തിട്ട് സദക്ക അതായത് ആടോ ഇതുപോലത്തെ അറുത്തിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട ആളുമാർക്ക് അതിന് സദക്ക കൊടുക്കരുതെന്നുള്ള അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നെ ആയിട്ടിരിക്കരുത്. പക്ഷെ ഞങ്ങളെ ഭാഷലാകുമ്പോഴത്തേക്കും അത് ചില നാളുകൾ നോക്കി ചെയ്യുമ്പോഴത്തേക്കും 3 ദുആ ഉണ്ടോ, അല്ല 7 ദുആ ഉണ്ടോ, 40 ദുആ ഉണ്ടോ, ആണ്ടുണ്ടോ. മഹാന്മാരാകുമ്പോൾ വർഷത്തിലൊക്കെ കൊണ്ട് നടക്കും, വർഷത്തിലൊക്കെ പ്രത്യേക സിയാറത്തും അത് കാലുമാറൊക്കെ ഒരുമിച്ച് കൂടെ ഉള്ള സൗകര്യം ഉണ്ടാക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ അത് ഉറൂസ് എന്ന പേരിലൊക്കെ ചെല്ലേ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ പേരിൽ ഖദീജ ബീവിയുടെ മദ്ഹ് ഇങ്ങനെ ചൊല്ലും, എന്നിട്ട് ആടർത്ത് കൊടുക്കും. അത് തന്നെ ഏറ്റിക്കൂടെയും ചെയ്യരുത്. അപ്പോൾ ആ ഒരു സ്നേഹം ആ ബന്ധത്തെ ഞങ്ങൾ കൊണ്ടു നടക്കണം. ആണ്ടുകൾ ദ്വാ ആക്കിയിട്ട്
ബാബയുടെ ഇഷ്ടപ്പെട്ട ആളുമാരെ വിളിച്ച് അതൊക്കെ അതിലൊരു ഭാഗമായിട്ട് നോക്കാം. ഹദീസ് നമുക്ക് നോക്കാം. നാളെ ചാനലിൽ പുതിയ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, ലിങ്ക് മറ്റെല്ലാം എത്തിച്ചു കൊടുക്കുക. ഇത് ഇമാം ബുഖാരി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസായിരിക്കും. فعن عائشة رضي الله عنها قالت ما غرت على أحد من نساء النبي صلى الله عليه وسلم ما غرت على خديجة رضي الله عنها. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ നക്ക് അർസ വന്നതുപോലെ വേറെ ആരട്ടിൽ നക്ക് ഉണ്ടാക്കിയിട്ടില്ല, നക്കതത്ര വന്നിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഞാൻ ഖദീജ ബീവിയുടെ മേലെ നക്ക ആ ഒരു ദേഷ്യം എന്നതുപോലെ ആരെ മേലെ നാ ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് ചൊല്ലത് അർത്ഥം അത് സാധാരണ ആൾമാരെ പോലെ ഞങ്ങൾ മനസ്സിലാക്കത്തില്ല, നമുക്ക് വലിയ മഹാന്മാരായിട്ട്. അപ്പൊ ഖദീജ ബീവിയുടെ പോലും മധു ചൊല്ലും. അപ്പൊ നബിയുടെ സ്നേഹം നമുക്ക് കിട്ടാണ്ടായി പോവോ? ഞങ്ങൾ നബിന് ആ ഒരു വെപ്രാളത്തിലായിട്ട് ഞങ്ങൾ ചൊല്ല് എന്നല്ലാണ്ട് അങ്ങ് ഇപ്പൊ ഖദീജ ബീവിയുടെ വഫാത്ത് മുന്നലായിട്ട്. അപ്പൊ ആയിഷ ബീവി ഇപ്പൊ ഇത് വെച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷെ അത് ഇതായിട്ട് നബിയുടെ സ്നേഹം നമുക്ക് കിട്ടുന്നത് കൊറടിയായി പോവോ? കിട്ടല്ലേ ഞങ്ങൾ ആ ഒരു ഇതിലായിട്ട് കിടച്ചുണ്ട് എന്നല്ലാണ്ട് സാധാരണ ഞങ്ങ അർത്ഥമുണ്ട് പോലത്തെ അർസ അല്ലെ ഞങ്ങളെ പോലെ ഞങ്ങളെ കണക്ക് കൂട്ടും. ആയിഷ ബീവി ഖദീജ കണ്ടിട്ട് പോകുന്നുമില്ല. ഖദീജ ബീവി അവിടെ കാണുന്ന ആയിഷ ബീവി ഖദീജ ബീവി വഫാത്താകുമ്പോൾ ആയിഷ ബീവിയോട് ആയിഷ ബീവി ചെറിയേറ്റിക്കുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറിയ അതൊന്നും ആ കാണ്ടെങ്കിൽ ഇതൊന്നുമില്ല. അവ ആയിഷ ബീവി കണ്ടിട്ട് പോലെ വലാകിൻ യുക്സിറു ദിക്റുഹ കാന യുക്സിറു ദിക്റഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി എപ്പോഴും ഇങ്ങനെ ചൊന്നോണ്ടിരിക്കും. ചില പാടിടാർക്കും സുമ്മയപ്പത്തിവാൻ എന്നിട്ട് അതിലെ എന്താ ഓരോ ഭാഗങ്ങൾ കൈ കാല് റട്ട ഇങ്ങനെയുള്ള എന്താ ഭാരമുള്ള ഇങ്ങനെയാണ് അതിലെ പൂർപ്പുലാക്കുക. സുമ്മയബാഫി സദായിക്ക് ഖദീജത്ത പിന്നെ ഖദീജമാരുടെ ചങ്ങായിച്ചുമാർക്കൊക്കെ കടത്ത് ഫറുബമാ കുൽത്തുല ചിലപ്പോൾ ആ ചൊന്നത് നബി തങ്ങളിട്ട് കാലിനമ്യക്കും ദുനിയ ഇല്ല ഖദീജ ദുനിയാവിൽ ഖദീജ അല്ലാണ്ട് വേറെ ആരും ഇല്ലാത്തതുപോലെ ഉണ്ട്. സയക്കുൽ അപ്പൊ നബി ചൊന്നത് ഇന്നഹാ കാനത്ത് വക്കാനത്ത് അയിമ ഇങ്ങനെ ചെന്നെങ്കിൽ അയിമയുടെ നല്ല നല്ല പ്രവൃത്തികളൊക്കെ ലഭിച്ചുള്ളൂ. നമുക്ക് സഹായിയായി നിന്ന് എല്ലാ സ്വത്തും ദീനക്ക് വേണമായി ചെലവാക്കി നക്ക് എല്ലാ നിലക്കും സപ്പോർട്ടാക്കിയത്. വക്കാനലി മിൻഹ വലതും നക്ക് ആ മഹദിയിൽ നിന്നായിട്ട് മക്കളുണ്ടത് നല്ല മക്കള ഉമ്മ എന്ന് മുത്തഫഖുന്നലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആടുടെ അറുക്കും. ഫയഹുദി ഫി ഖലായിലിഹ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചങ്ങായിച്ചിമാർ അതിൽ ആദ്യം കൊടുത്തു കളക്കും. മിൻഹ മായ ഫൗന്ന അങ്ങുമ്മയുടെ തരം എന്താക്കുന്നത് ഈ ഇറച്ചികളെ കൊടുത്തു. വഫീ റിവായത്തിനുള്ള കാന ഇദാ ദബഹ ശാത യഖൂൽ അർസിലു ബിഹാ ഇലാ അസ്ദിഖായി ഖദീജ. ആരർത്തിട്ട് നബി തങ്ങൾ ചൊല്ലേന്ദ്രെ അത് ഖദീജ ബീവിയുടെ ചങ്ങായിച്ചിമാർ കൊടുത്തു കളത്തോറും. വഫീ റിവായത്തിൽ പിന്നെ റിപ്പോർട്ടിൽ ഇസ്തഅദനത ഹാല ബിൻതു ഖുവൈലിദ് ഖുവൈലിദിന്റെ മകൾ ഹാല സമ്മതം ചോദിച്ചു. ആരത്? ഉഖ്തു ഖദീജ റളിയല്ലാഹു അൻഹ ഖദീജ ബീവിയുടെ സഹോദരി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബറവ് നബിയുടെ ഉത്തരവുകൾ നൂല് അവസര പറത്ത് നിന്നിട്ട് അനുമതിയില്ല. ആറ്? ഹാല ബിൻതു ഖുവൈലിദ്. ആരത്? ഖദീജ ബീവിയുടെ മൂത്തോളയല്ലോ. പിന്നെ ഫാറഫ ഇസ്തിഅദാന ഖദീജത നമ്മുടെ വോയിസ് ഖദീജ ബീവിയുടെ വോയിസ് പോലെ അപ്പൊ ആ ഖദീജ ബീവി കേട്ടതുപോലെ നബിക്ക് അവിടെ ഫർതാഹ ലിദാലിക ഫഖാല അതാ ഖദീജ ബി അവർ ഇത് കേട്ടിട്ടാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഫഖാല അല്ലാഹുമ്മ ഹാല ബിൻതു ഖുവൈലിദ് ഓ ഹാല ബിൻതു ഖുവൈലിദ് വന്നമ്മ. അപ്പൊ ഈ ഖദീജ ബിയുടെ ഈ ശബ്ദം കേട്ടിട്ടാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഓർമ്മയൊന്ന് വയ്ക്ക് അത് വോയിസ് എലവല മൂത്തോലല്ലേ. അപ്പൊ ആ ഒരു ശബ്ദത്തെ കേട്ടിട്ടാകുമ്പോ എന്തായിട്ട് അതാ ഖദീജ ബി പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അത് ഓർത്തു പോയിട്ട് മാത്രല്ല എന്നിട്ട് അതാ ചെന്നത് ഹാല ബിൻതു ഖുവൈലിദ്. ഇവിടെ ഇപ്പോ ഈ ഹദീസുകളിലെല്ലാം
ഇപ്പോൾ വേറെ വേറെ റിപ്പോർട്ടിൽ വന്നതെല്ലാം കൊണ്ടുവന്നത് എന്ത് കാര്യത്തിൽ ഇത് കൊണ്ടുവന്നത്? നബി ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയുടെ പെഞ്ഞായിട്ട് ഖദീജ ബീവി. ആ ഖദീജ ബീവിയുടെ ചങ്ങായിച്ചുമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും എന്തായിക്കൊണ്ട് ഇത് പരിഗണിച്ചുകൊണ്ടിരിക്കുക. എന്താ ആടർത്തേന്ന് കണ്ടെങ്കിൽ അത് അങ്ങക്ക് കൊടുത്തു കിടത്തത് എന്ന് വെച്ചാൽ അത് അങ്ങക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു ബന്ധം ഖദീജ ബീവിയുടെ വഫാത്തിൽ പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ തുടക്കം തന്നെ അത് തന്നെ ഏറ്റിക്കുന്നത് ബാപ്പ ഉമ്മ പിന്നെ ഇങ്ങനെയുള്ള ഞങ്ങൾ ബഹുമാനിക്കേണ്ട ആളുമാർക്കുള്ള ആ ബന്ധം അങ്ങനെ അയാത്ത കാലത്തിൽ നിന്ന് പിന്നെ ഞങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത്. അല്ലാഹു തആല നമ്മളൊക്കെ സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു ഖൈറിന്റെ ആൾക്കാരിൽ ഉൾപ്പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.